എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 107, 108 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 107ാമത്തെ ശ്ലോകത്തിലെ ഉപജാതിവൃത്തവും 108ാമത്തേതിലെ ഇന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. രുക്മിണീ ദേവി ഇന്ദിരയോട്, കാത്യായനി ദേവിയോട് അഭ്യർത്ഥിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് വരാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ആ പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളതൊക്കെയാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 107ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യർത്ഥിതായാമവനായ തസ്യാം ചിന്താശതവ്യാകുലചിത്തവൃത്തേഃ അദക്ഷിണം ലോചനമുത്പലാക്ഷ്യാഃ സ്ഫുരജ്ജഹാര സ്ഫുരണൈർവിഷാദം. ആദ്യം പദച്ഛേദം പറയാം. ഇതി അർത്ഥിതായാം അവനായ തസ്യാം ചിന്താശതവ്യാകുലചിത്തവൃത്തേഃ അദക്ഷിണം ലോചനം ഉത്പലാക്ഷ്യാഃ സ്ഫുരത് ജഹാര സ്ഫുരണൈഃ വിഷാദം. എന്താണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹമായിട്ട് വന്നത് എന്നാണ് കവി പറയണത്. അല്ലെങ്കിലും ഭഗവാനോ ഭഗവതിയോ ഒന്നും നേരിട്ട് നമ്മളെ വന്ന് അനുഗ്രഹിക്കണതൊന്നും നമ്മളെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആ അനുഗ്രഹം എന്താണെന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായിട്ടൊന്ന് പര്യാലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഓ, ഇതാണ് അനുഗ്രഹം അല്ലേ എന്ന്. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് തന്ന അനുഗ്രഹം ഇതായിരുന്നുല്ലേ എന്ന്. ഒന്നും നേരിട്ടൊന്നും അങ്ങനെ തുടങ്ങിയാൽ എത്ര പേർക്ക് കൊടുക്കണം അനുഗ്രഹങ്ങൾ? എല്ലാവർക്കും കൊടുക്കണ്ടേ? നല്ലവർക്കും ചീത്തയായിട്ടുള്ളവർക്കും, നല്ല പ്രവൃത്തി ചെയ്യണവർക്കും ചീത്ത പ്രവൃത്തി ചെയ്യണവർക്കും ഒന്നും ചെയ്യാത്തവർക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ അതിനൊക്കെയുള്ള സൂചനകളെ തരുള്ളൂ, ഭഗവതി അതിനൊക്കെയുള്ള സൂചനകളെ തരുള്ളൂ. അതാണ് ഇവിടെ പറയണത്. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. അവനായ ഇതി അർത്ഥിതായാം തസ്യാം. അവനായ രക്ഷണായ, രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരമൊക്കെ മുമ്പേ പറഞ്ഞ ശ്ലോകത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുല്ലോ. അതൊക്കെ ആ രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു രുക്മിണി ദേവി. എന്നിട്ട് അർത്ഥിതായാം തസ്യാം, ഇപ്രകാരമൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ രുക്മിണി ദേവി ഭഗവതിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്ടായത്? ദേവി ആകെ മനസ്സൊക്കെ ഒതുക്കിയാണ് നിൽക്കുന്നത്. ചിന്തകളോടൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കണതെങ്കിലും 100 ചിന്തകൾ ഒരടക്കവും ഇല്ലാതെ ഒതുക്കവും ഇല്ലാതെ അങ്ങനെ ചാടി വരുന്നുണ്ട്. അതാണ് പറയണത്. ചിന്താശതവ്യാകുല ചിത്തവൃത്തേഃ ഉത്പലാക്ഷ്യാഃ. ചിന്താശതവ്യാകുല ചിത്തവൃത്തി, ചിന്താശതങ്ങളെ കൊണ്ട് 100 കണക്കിന് ചിന്തകൾ, നല്ല ചിന്തകളല്ല, ഒക്കെ ദുഷ്ചിന്തകളായിരിക്കുമല്ലോ. വരാൻ പോകുന്ന വിവാഹം കഴിഞ്ഞാൽ ശിശുപാലൻ്റെ കൂടെ പോകേണ്ടി വരുമോ? ശിശുപാലനോടൊത്തുള്ള തനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതായ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളും വന്നിട്ട് 100 കണക്കിന് ചിന്തകൾ എന്നാണ് പറയണത്. 20-ലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ശതം എന്ന് പറയാൻ പറ്റും അത്രേ സംസ്കൃതത്തിൽ. 100 കണക്കിന് ആൾക്കാർ വന്നിരുന്നു എന്നൊക്കെ പറയും ചില സമയത്ത്. ചിലപ്പോൾ 100 തികഞ്ഞോളണമെന്നില്ല. ഒരു 20, 25, 30ഓളം പേരുണ്ടെങ്കിലും 100 കണക്കിന് എന്നൊക്കെ പറയാമെന്നാണ് ഭാഷയുടെ സവിശേഷത കൊണ്ട് പറയണത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഒരു തരത്തിലും ഉത്തരം കണ്ടെത്താനാവാത്ത പല പല ചോദ്യങ്ങളും ചിന്തകളും ഇങ്ങനെ മനസ്സിൽ അടിക്കടി കയറി വരികയാണ്. അതാണ് ചിന്താശതം കൊണ്ട് ആകുലമായ ചിത്തവൃത്തേഃ, മനോഗതിയോടുകൂടിയവളായ ആ ഉത്പലാക്ഷ്യ, ആ രുക്മിണിയുടെ. ഉത്പലം എന്ന് പറഞ്ഞാൽ താമര അല്ലെങ്കിൽ കരിങ്കൂവള പൂവ് എന്നൊക്കെ പറയും. അതുപോലെ ഉള്ള കണ്ണുകളോട് കൂടിയവൾ, സുന്ദരമായ കണ്ണുകളുള്ളവൾ ഇവിടെ രുക്മിണി. ആ രുക്മിണിയുടെ സ്ഫുരത് അദക്ഷിണം ലോചനം സ്ഫുരണൈഃ വിഷാദം ജഹാര. പെട്ടെന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിങ്ങനെ ഭഗവതിയുടെ മുമ്പിൽ പല പല ചിന്തകളുമായിട്ട് തൊഴുകയോടെ നിൽക്കുന്ന ആ രുക്മിണിയുടെ ഇടത്തെ കണ്ണ്, അതാണ് അദക്ഷിണം ലോചനം. ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്ത്, അദക്ഷിണം ഇടത്ത്, വാമം. പക്ഷേ ഇവിടെ ഒരു വൃത്തത്തിൽ ഒപ്പിക്കണമെങ്കിൽ അദക്ഷിണം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്. അദക്ഷിണം ലോചനം. ആ ലോചനം എങ്ങനെയായിരുന്നു? സ്ഫുരത് എന്ന് പറഞ്ഞാൽ തുടിക്കുന്ന, ഇളകുന്ന, സ്പന്ദിക്കുന്നതായ ഇടത്തെ കണ്ണ്. സ്ത്രീകൾക്ക് ഉത്തമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുമ്പോൾ ഇടത്ത് കണ്ണ് തുടിക്കും അത്രേ. സ്ത്രീകളുടെ ഇടത്ത് ഭാഗത്ത് തുടിക്കുന്നത്, കണ്ണായാലും കൈയായാലും ഒക്കെ തുടിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുക ലക്ഷണശാസ്ത്രം വെച്ച്. അതൊക്കെ ഇങ്ങനെ നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണ്. പുരുഷന്മാർക്കാണെങ്കിൽ അത് വലതുഭാഗത്തുള്ള കണ്ണായാലും കൈയായാലും ഒക്കെയാണ് അങ്ങനെ പറയുക. അങ്ങനെ ഇടത്ത് കണ്ണൊന്ന് തുടിച്ചു അല്ലെങ്കിൽ മിടിച്ചു, സ്പന്ദിച്ചു. സ്ഫുരത്
അദക്ഷിണം ലോചനം. സ്ഫുരിക്കുന്നതായ സ്പന്ദിക്കുന്നതായ തൻ്റെ ഇടത്തുകണ്ണ്, ആ ഇടത്തുകണ്ണുകൊണ്ട് എന്താ ഭഗവതി ചെയ്തത്? സ്ഫുരണൈഹി വിഷാദം ജഹാര. ഇടത്തുകണ്ണിൻ്റെ ചലിക്കുന്നതായ ഇടത്തുകണ്ണിൻ്റെ സ്ഫുരണങ്ങളെ കൊണ്ട്, ആ ചലനങ്ങളെ കൊണ്ട് എന്തു ചെയ്തു? വിഷാദം ജഹാര, രുക്മിണിയുടെ ദുഃഖത്തെ മുഴുവനും ഇല്ലാതെയാക്കി. പെട്ടെന്നാണ് രുക്മിണി ശ്രദ്ധിച്ചത് തൻ്റെ ഇടത്തെ കണ്ടിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തനിക്ക് നല്ലതാണ് വരാൻ പോണത്. ശിശുപാലനൊന്നും ആവില്ല, ശ്രീകൃഷ്ണൻ തന്നെ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും, തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ദേവിയുടെ മനസ്സിലേക്ക്, രുക്മിണിയുടെ മനസ്സിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും ആ ഇടത്തെ കണ്ണിൻ്റെ തുടിക്കൽ ഇല്ലാതെയാക്കി. അതായിരുന്നു ഭഗവതിയുടെ പ്രസാദം. ഉള്ളിൽ മനസ്സിലായി തന്നെ രക്ഷിക്കാൻ ഭഗവതി തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ രുക്മിണിക്ക് മനസ്സിലായി എന്നർത്ഥം. നമുക്ക് 108ാമത്തെ ശ്ലോകം കൂടി ചൊല്ലാം. പ്രീതാം പുനസ്താം പ്രണിപത്യ ദേവീം ദത്താക്ഷതാ വൃദ്ധകുലാംഗനാഭി നിർഗത്യ സാ നിർഭരദൂര്യഘോഷ വ്യാവർത്തത സ്വം ഭവനം പ്രയാതും. നമുക്ക് പദച്ഛേദം നോക്കാം. പ്രീതാം പുനഃ താം പ്രണിപത്യ ദേവീം ദത്താക്ഷതാ വൃദ്ധകുലാംഗനാഭി നിർഗത്യ സാ നിർഭരദൂര്യഘോഷ വ്യാവർത്തത സ്വം ഭവനം പ്രയാതും. വലിയ പദച്ഛേദമൊന്നും പറയാനില്ല. എന്താ ചെയ്തത്? ദേവിയെ നമസ്കരിച്ചപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. രുക്മിണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, മനസ്സിലാകെ സമാധാനമായി. ദേവി തന്നിൽ പ്രസാദിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ദേവിയെ നമസ്കരിക്കുകയാണ്. അതാണ് സാ താം പ്രീതാം ദേവിയും, തന്നോട് സംപ്രീതയായിരിക്കുന്ന, തന്നിൽ പ്രസാദിച്ചവളായ കാത്യായനി ദേവിയെ പുനഃപ്രണിപത്യ, ഈ കണ്ണുപിടിക്കൽ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി നമസ്കരിച്ചിട്ട്, ഒന്നുകൂടി വന്ദിച്ചിട്ട്, വൃദ്ധകുലാംഗനാഭി ദത്ത അക്ഷത നിർഭരദൂര്യഘോഷ നിർഗത്യ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തു? ഇനി ആ കുലസ്ത്രീകളുടെ വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വധു, കുലസ്ത്രീയായിട്ടുള്ള വധുവിൻ്റെ ചില ചടങ്ങുകളാണ് വൃദ്ധകുലാംഗനമാരാൽ, അതായത് പ്രായം ചെന്നിട്ടുള്ള അമ്മമാർ, ആ അമ്മമാരാൽ ദത്തമായ നൽകപ്പെട്ടതായ അക്ഷതത്തോടു കൂടിയവൾ. അക്ഷതം എന്ന് പറയുമ്പോൾ സാധാരണ ശിരസിലിടും, കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു മംഗളകർമ്മമാണ്. അക്ഷതം എന്ന് പറയുന്നത് നെല്ലും അരിയും ചേർത്തിട്ടുള്ള മിശ്രിതത്തിനെയാണ്. അത് വളരെ മംഗളകാരിയായിട്ടുള്ളൊരു വസ്തുവായിട്ട് പറയപ്പെടുന്നുണ്ട്. വിവാഹ സന്ദർഭങ്ങളിലൊക്കെ അത് ശിരസിൽ അണിയാനും ശിരസിൽ ഇടാനും കയ്യിൽ എടുക്കാനും ഒക്കെ ധാരാളമായിട്ട് കൊടുക്കാറുണ്ട്. അതാണ് ഇവിടെ ചെയ്തത്. ഈ കുലാംഗനമാരാൽ നൽകപ്പെട്ടതായ അക്ഷതം ഏറ്റുവാങ്ങുന്നവളും, അതാണ് കുലാംഗനാഭി ദത്ത അക്ഷത. അപ്പം അത് നിർഗേലന്യ വിട്ടു കൊടുത്തിട്ടുണ്ടാവുക. ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ഈ പ്രായം ചെന്ന അമ്മമാർ, സുമംഗലകളായിട്ടുള്ള അമ്മമാർ എന്ത് ചെയ്തു? അവരുടെ കയ്യിലിരിക്കുന്നതായ അക്ഷതം രുക്മിണിയുടെ ശിരസിൽ അണിയിച്ചു കൊടുത്തു, ശിരസിലേക്ക് ഇട്ടുകൊടുത്തു. അതും ഏറ്റുവാങ്ങിക്കൊണ്ട് ദത്താക്ഷത നിർഭരദൂര്യഘോഷ നിർഗത്യ. അവിടെയൊക്കെ അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെരുമ്പറകൾ, അതുപോലെ കൊമ്പ്, കുഴൽ തുടങ്ങിയിട്ടുള്ള സകല വാദ്യങ്ങളും അവിടെ വായിച്ചിരുന്നു. രാജകുമാരിയുടെ വിവാഹം കാലായി, അതിനുള്ള സമയം അടുത്തു, മുഹൂർത്തം വന്നു ചേർന്നു. അമ്പലത്തിൽ നിന്ന് ഇതാ വീണ്ടും ഗൃഹത്തിലേക്ക്, ആ വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെടുകയാണ് എന്നുള്ളതൊക്കെ അറിയിക്കാനും ആ സന്തോഷം പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് നിർഭരദൂര്യഘോഷ നിർഗത്യ, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷവതിയായിട്ട്, അങ്ങോട്ട് പോയ പോലെയല്ല, തിരിച്ച് ഭഗവതിയുടെ പ്രസാദവും ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷവതിയായിട്ടാണ് രുക്മിണി വരണത്. അങ്ങനെ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് നിർഗത്യ സ്വം ഭവനം പ്രയാതും വ്യാവർത്തത, സ്വന്തം ഗൃഹത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു. അതായത് വ്യാവർത്തനം ചെയ്യാന്ന് വെച്ചാൽ മടങ്ങിപ്പോവുക. അവിടെ നിന്നാണല്ലോ വന്നത്, ഇനി നേരെ ഗൃഹത്തിലേക്ക്, അവിടെ അടുത്തുള്ള സ്വയംവര മണ്ഡപത്തിലേക്ക്, അതിനാണ് പോവേണ്ടത്. അതാണ് സ്വം ഭവനം, തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രയാതും പോകാൻ വ്യാവർത്തത, പുറപ്പെട്ടു, മടങ്ങിപ്പോവാൻ ആരംഭിച്ചു. ഇനി ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഈ സ്വയംവര മണ്ഡപത്തിലേക്ക് പോണതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഭഗവാന്റെ അപഹരണമൊക്കെ വരാൻ പോണത്. അത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. എങ്ങനെയാണ് സുകുമാര കവി വർണ്ണിക്കാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഞാനും. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇത്യർത്ഥിതായാമവനായ തസ്യാം ചിന്താശതവ്യാകുലചിത്തവൃത്തേ
അദക്ഷിണം ലോചനമുത്പലാക്ഷ്യാ സ്ഫുരജ്ജഹാരസ്ഫുരണൈർവിഷാദം പ്രീതാം പുനസ്താം പ്രണിപത്യ ദേവീം ദത്താക്ഷതാ വൃദ്ധകുലാംഗനാഭി നിർഗത്യ സാ നിർഭരദൂര്യഘോഷ വ്യാവർത്തത സ്വം ഭവനം പ്രയാതും. ആകാംക്ഷ ഇങ്ങനെ നിറച്ചു നിർത്തുന്നതായ, ഇനി എന്താണോ ഉണ്ടാവാൻ പോണേ എന്നിങ്ങനെ ചിന്തിപ്പിക്കുന്നതായ ശ്ലോകങ്ങൾ, സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.